ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബീഫ് സ്റ്റൂ ആണ്. ഇത് നല്ല ആവി കയറ്റിയ ബേക്കറി ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ പുട്ട്, അപ്പം, ഇടിയപ്പം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി സ്റ്റൂ ആട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 300 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാട്ടോ മുറിച്ചേക്കുന്നത്. എന്നിട്ട് അത് വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് വേണമെങ്കിൽ അതിടാം, ബീൻസ് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ്. 3 പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ ചീന്തി അരിഞ്ഞേക്കുവാണ്. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, അത് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞേക്കുക കേട്ടോ. പിന്നെ വെളുത്തുള്ളി, 1 ഉണ്ട വെളുത്തുള്ളിയാണ്, അതും 2ആയിട്ട് മുറിച്ചിട്ട് ഇട്ടിരിക്കുവാണ്. പിന്നെ 2 കറിവേപ്പില. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ചതയ്ക്കേണ്ട, ഇതേപോലെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് ഇടേണ്ടത്. പച്ചമുളകും ഇതുപോലെ തന്നെ കേട്ടോ. ഒരു വലിയ സവാള ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞത്. ബീഫ് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനത് കുക്കറിലേക്കാണ് മാറ്റുന്നത് കേട്ടോ. ബീഫിന് നല്ല വേവുള്ളതാണല്ലോ, അപ്പോൾ നമുക്ക് കുക്കറിലിട്ട് തന്നെ വേവിച്ചെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന സവാളയ്ക്കകത്തുനിന്ന് കുറച്ച് സവാള, ഏകദേശം ഞാനിങ്ങനെ 2 വർഷം ഇങ്ങനെ എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് 2-3 എടുത്തിട്ടാൽ മതിയാവും. ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ചിട്ടാൽ മതി കേട്ടോ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഉപ്പ് ആവശ്യത്തിന്. ഈ ബീഫ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ എടുക്കാനൊക്കെ മടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്താൽ കേട്ടോ. അത് ഇതിലേക്ക് ഒഴിക്കാം. ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചവെള്ളമല്ല, ചെറു ചൂടുവെള്ളം കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ അകത്ത് കലക്കിയതാട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് എന്തായി നോക്കാം. ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേവിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ചു, ലോ ആക്കി വെച്ച ശേഷം 5 വിസിൽ കൊടുത്തു കേട്ടോ. അപ്പോഴാണ് ഈ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തേക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം, യോജിപ്പിക്കാം. എന്നിട്ട് ഇത് വീണ്ടും കഷ്ണങ്ങൾ ഞാൻ ആദ്യം ചേർക്കാന്ന് വെച്ചാൽ ബീഫിന് വേവ് കൂടുതലാണല്ലോ. നമ്മൾ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റൊക്കെ വേകാനായിട്ട് അധികം സമയം വേണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വേകാനായിട്ട് 1 വിസിൽ മതി കേട്ടോ. അപ്പോൾ ബീഫ് വെന്തതിന് ശേഷം വെജിറ്റബിൾസ് ചേർത്തിട്ട് ഒന്ന് വെച്ചാൽ മതി. ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ മാത്രം മതി. അപ്പോഴത്തേക്കും പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇനി ഒരു പാത്രം നമുക്ക് ചൂടാക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഒരു 5 ഗ്രാമ്പൂ, 1 കഷ്ണം കറുവപ്പട്ട, 3 ഏലക്ക, 1 ബേ ലീഫ്. ഇതെല്ലാം എണ്ണയിൽ മൂത്തതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർക്കാം. സവാള അരിഞ്ഞ് ചേർക്കാം. ഇതെല്ലാം ഒന്ന് എണ്ണയിൽ വഴറ്റാം. അപ്പോൾ അതങ്ങ് ബ്രൗൺ നിറമൊന്നും ആകുമൊന്നും വേണ്ട, ഒന്ന് സവാള എല്ലാം ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ സോഫ്റ്റ് ആകുന്ന വെച്ചാൽ സവാളയുടെ ആ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് മാറും. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് മാറുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അടിവശമൊക്കെ ഒരു ചെറിയൊരു ബ്രൗൺ നിറം വരും. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. ഇതിലേക്കും കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഇളക്കുന്നത്. ഇതിൽ 3 പച്ചമുളകേ ഞാൻ ചേർത്തിട്ടുള്ളൂ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അധികം ചേർത്തോളൂ കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് ചതയ്ക്കൊന്നും വേണ്ട, അത് അങ്ങനെ തന്നെ ഇട്ടേച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് കറിവേപ്പില. ഇപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വാടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം കേട്ടോ. ഈ കുക്കർ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കഴുകുന്നത്.
ഈ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു 1-2 പീസ് ഞാനിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ കൂവപ്പൊടിയോ കലക്കി ചേർത്താൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉടച്ച് ചേർത്താൽ തന്നെ നമുക്ക് ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി തന്നെ വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കട്ടിപ്പാൽ ഒഴിക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. നല്ല കട്ടിപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കശുവണ്ടി മൂത്തതിന് ശേഷം മുന്തിരി ചേർക്കാം. മുന്തിരി ഒന്ന് ബോളായിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഉരുണ്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് ആ കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിപ്പോൾ നല്ല ചട്ടിയിലല്ലേ ഉണ്ടാക്കിയേക്കുന്നത്, നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഇപ്പം ലൂസായിട്ടിരിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് ആറിക്കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല കുറുകി വരും കേട്ടോ. അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.